അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യ സെന്നാണ്. പാസ്പോർട്ടും ടിക്കറ്റും കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഡോക്ടർ അടുത്ത ട്രിപ്പ് അടിക്കാൻ പോവുകയാണ്. അതിൻ്റെ വിശേഷം പറയാനാണ് വന്നിരിക്കണമെന്ന് അല്ലേ? അപ്പോൾ ശരിയാണ്, അടുത്ത ട്രിപ്പാണ്. എല്ലാവരും ഇങ്ങനെ എന്നെ കളിയാക്കി പറയാറുണ്ട് കേട്ടോ. നിങ്ങളും കാണാറുണ്ടല്ലോ കമൻറ്റ് സെക്ഷനിൽ. ഇത് ശരിക്കും ഡോക്ടർ തന്നെയാണോ? ഇത് ജോലിക്ക് പോകുന്നുണ്ടോ? ഈ ഡോക്ടർമാർക്ക് ഇത്രയൊക്കെ ഫ്രീ ടൈം കിട്ടുമോ? എങ്ങനെയാണ് ഇങ്ങനെ തെണ്ടാൻ പറ്റുന്നത് എന്നൊക്കെ. നോക്കൂ, നമ്മുടെ ജോലിയുടെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൂടി ചെയ്യാന്നുള്ളത് ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യം. അപ്പം ഞാൻ പറഞ്ഞാൽ മാത്രം പോരല്ലോ, ഞാനും അത് ചെയ്യണ്ടേ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് എന്ത്? തെണ്ടി നടക്കൽ. പുതിയ രാജ്യങ്ങൾ കാണുക, അവിടുത്തെ ആളുകളെ കാണുക, അവരുടെ കൾച്ചർ മനസ്സിലാക്കുക, അവിടുത്തെ ഭക്ഷണങ്ങൾ കഴിക്കുക. അതൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് 2 മാസമായി ഇപ്പോൾ ജോലിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകണു. നമുക്ക് ഇടയ്ക്ക് ഒരു റിഫ്രഷ്മെൻറ്റ് വേണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ട്രിപ്പാണ്. അതിൻ്റെ വിശേഷങ്ങൾ മുഴുവൻ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. എങ്ങോട്ടാണെന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ അല്ലേ? ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് അത് ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു കുഞ്ഞി സസ്പെൻസ് ഇരിക്കട്ടെ അല്ലേ? അപ്പോൾ ഈ വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ അവസാനം ഞാൻ പറയുന്നുണ്ട് ഞാൻ എവിടെയാണ് എത്തുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഞാൻ തുടങ്ങിയിട്ടുള്ളൂ, യാത്ര തുടങ്ങിയതാണ്. ഞാനിപ്പോൾ ദുബായ് എയർപോർട്ടിലാണ് ഇരിക്കുന്നത്. ചെക്കിനൊക്കെ കഴിഞ്ഞു. അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ലോഞ്ചിലിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് എയ്റോപ്ലെയിനിലൊക്കെ കയറിപ്പോയി ആ സ്ഥലത്ത് ഞാൻ എവിടേക്കാണ് പോകുന്നത് അവിടെ എത്തി ഞാൻ നിങ്ങളോട് പറയാം ഞാൻ എങ്ങോട്ടാണ് ഇത്തവണത്തെ ട്രിപ്പ് അടിക്കുന്നത് എന്നുള്ളത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് ഇത്രയും കുറേ രാജ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. കുറേ രാജ്യങ്ങൾ ഇത് തന്നെയാണ് എൻ്റെ തെണ്ടൽ തന്നെയാണ്. കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് പ്രത്യേകിച്ചിട്ട് കുറേ രാജ്യങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരു രാജ്യം കണ്ടപ്പോഴാണ് ഞാൻ പറയാൻ വന്നത്. ഞാനിപ്പോൾ പോകുന്ന രാജ്യം ഉണ്ടല്ലോ, ഞാൻ ഓൾറെഡി പോയൊരു രാജ്യമാണ്. 2ാമത്തെ തവണയാണ്. ഞാൻ ഒരു തവണ കണ്ട രാജ്യമാണ്. പക്ഷെ ഒന്നും കൂടി ഞാൻ അതാ പറഞ്ഞു വന്നത്, എനിക്ക് ഒരൊറ്റ രാജ്യമേ അങ്ങനെ തോന്നിയിട്ടുള്ളൂ. അതായത് ഒരിക്കൽ കൂടി കാണണം. ഇത് കണ്ടത് പോരാ, എനിക്ക് കണ്ടു മതിയായില്ല അതിൻ്റെ ഭംഗി. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ കൂടി ഇത് കാണണമെന്ന് തോന്നിയ ഒരൊറ്റ രാജ്യമാണ്. അതിനുള്ളൊരു അവസരം എനിക്കിപ്പോൾ കിട്ടി. അതുകൊണ്ട് കൂടിയാണ് ഞാനിപ്പോൾ ഈ ഒരു രാജ്യത്തേക്ക് പോകുന്നത്. നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കൂ, ഏതായിരിക്കും അങ്ങനത്തെ ഒരു രാജ്യം, അത്ര ഭംഗിയുള്ള ഒരു രാജ്യം. ഭൂമിയിലെ സ്വർഗം എന്നൊക്കെ നമുക്ക് കശ്മീരിനെ നമ്മളങ്ങനെ പറയാറുണ്ടല്ലേ, അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഞാൻ കണ്ട രാജ്യങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ഭംഗിയുള്ള ഒരു രാജ്യം. അപ്പോൾ അങ്ങോട്ടാണ് ഇത്തവണത്തെ യാത്ര. അപ്പോൾ ഇത്തവണ എൻ്റെ എല്ലാ ട്രാവൽ വ്ളോഗ്സും ഒന്നും വിടാതെ കാണണം. കാരണം ഭൂമിയിലെ സ്വർഗത്തെയാണ് ഞാൻ നിങ്ങൾക്ക് ഓരോ വീഡിയോയിലും കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഇനിതാ ഇവിടെ 2:45 3:30ക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഞാൻ പതുക്കെ കയറട്ടെ, അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ. ഓക്കെ, ബൈ. അപ്പോൾ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യേണ്ട ടൈമായി. ഞാൻ അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ലോഞ്ചിലിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല സത്യത്തിൽ. ഓക്കെ, അപ്പോൾ കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. യെസ്, അപ്പോൾ ബോഡി ചെയ്യട്ടെ. അപ്പോൾ താഴെ കമൻറ്റുകൾ ഗസ്സൊന്നും വന്നില്ല. ഏതാണ് ഞാൻ ഒരു തവണ കണ്ട് വീണ്ടും കാണണമെന്ന് അത്ര ആഗ്രഹിച്ച ആ രാജ്യം? ഗസ് ചെയ്യൂ. അവസാനം ആവണ വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഗസ് ചെയ്യൂ. ഫ്ലൈറ്റിൽ കയറട്ടെ. ഓക്കെ, നിങ്ങൾ ഗസ് ചെയ്തുകൊണ്ടിരിക്കൂ. ഓഡിയോ കൊണ്ടാണ് കഥയ്ക്കുന്നത്. യെസ്, ഫ്ലൈറ്റ് എടുത്തു തുടങ്ങി. ഇവിടെ ഉറക്കെ സംസാരിക്കാൻ പറ്റില്ല, അറിയാലോ, അവർ എന്നെ ചിലപ്പോൾ പിടിച്ച് പുറത്താക്കും. അപ്പോൾ 2 ക്ലൂ തരാം. ഓക്കെ, ഞാൻ പോകാൻ പോകുന്ന രാജ്യത്തെ പറ്റിയിട്ട്. ഒന്ന്, ഇതൊരു യൂറോപ്യൻ കൺട്രിയാണ്. 2ാമത്തേത് ദുബായിൽ നിന്ന് ഏകദേശം ഒരു 6-7 മണിക്കൂർ, ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണെങ്കിൽ ഒരു 6-7 മണിക്കൂർ. അപ്പോൾ ഇതിനാണ് 2 ക്ലൂസ്. ആലോചിക്കും. അപ്പോൾ പോരട്ടെ, ഗസ്സിങ് പോരട്ടെ. ഇനി ഞാൻ അവിടെ എത്തിയിട്ടാണ് വീഡിയോ ചെയ്യൂ കേട്ടോ. സത്യത്തിൽ ഇനി ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് വീഡിയോ എടുക്കണം എന്നായിരുന്നു എൻ്റെ വിചാരം. പക്ഷേ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കണം എന്ന് തോന്നി. ഈ കാഴ്ച പ്ലെയിനിൽ പോകുന്ന എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു കാഴ്ചയാണ് അല്ലേ? ഈ വൈകുന്നേര സമയത്തെ ആ ഒരു ചക്രവാളത്തിൻ്റെ ഭംഗി, ആ ഒരു കളറും രസവും, അതിലങ്ങനെ ആ വിമാനത്തിൻ്റെ ചിറകും, താഴെ നോക്കിയേ ഇങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ പോകുന്ന മേഘങ്ങളും എല്ലാം കൂടി ചേർന്നാൽ അടിപൊളി കാഴ്ച. ഇത് പലരും കണ്ടിട്ടുണ്ടാവും, ഞാനും കുറേ തവണ കണ്ടിട്ടുണ്ട്. പക്ഷേ എപ്പോൾ ഇത് കാണുമ്പോഴും ഒരു പുതുമയാണ്, ഒരു പുതിയ കാഴ്ച കാണുന്ന ആ ഒരു കൗതുകം എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അതുകൊണ്ട് കൂടിയാണ് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. ഏതോ ഒരു രാജ്യമാണ്, ഏതോ ഒരു സ്ഥലമാണ്, അറിയില്ല എവിടെയാണെന്ന്. ഞങ്ങളുടെ യാത്ര ഏകദേശം പകുതിയായി. 7 മണിക്കൂറിൻ്റെ ഒരു 3.5 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഏത് രാജ്യത്തിൻ്റെ മുകളിലാണെന്നൊന്നും അറിയില്ല. പക്ഷേ ഏത് രാജ്യമാണെങ്കിലും ഈ ആകാശക്കാഴ്ച അടിപൊളിയായിരുന്നു അല്ലേ? എനിക്കിത് പറഞ്ഞു മതിയാവുന്നില്ല. ശരിക്കും എനിക്ക് താഴെ കണ്ടപ്പോഴേ ഒരു കടലിൻ്റെ മുകളിലൂടെ പോണ പോലെയല്ലേ തോന്നുന്നേ അല്ലേ? ഒരു തിരമാല അല്ലെങ്കിൽ പഞ്ഞിക്കെട്ട്. ശരിക്കും എനിക്ക് കടലിൻ്റെ എങ്ങനെ തിരമാലകളുള്ളൊരു കടലിൻ്റെ മുകളിലൂടെ പോണ പോലെ നമുക്ക് തോന്നുക. പക്ഷേ ഇത് മുഴുവൻ മേഘങ്ങളാണ്. ആ മേഘങ്ങളുടെ ഭംഗി നോക്ക്, ശരിക്കും ഇങ്ങനെ തിര അടിക്കുന്ന പോലെ, പഞ്ഞിക്കെട്ട് പോലെയുള്ള മേഘങ്ങൾ. എന്തൊരു ഭംഗിയല്ലേ? യെസ്, നമ്മൾ ലാൻഡ് ചെയ്തു. ഇനി ബാക്കി വിശേഷങ്ങൾ പുറത്തു പോയിട്ട്. ബാഗും പെട്ടിയും ബാണമൊക്കെ കിട്ടി. ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ പതുക്കെ നമുക്ക് ആ സസ്പെൻസ് അങ്ങ് പൊളിച്ചാലോ? ഏതാണ് ആ രാജ്യം? കുറേ പേര് കറക്റ്റായിട്ട് ഗസ് ചെയ്തിട്ടുണ്ട്. ഞാനപ്പോൾ ആ രാജ്യം കാണിച്ചു തരാൻ പോവാണേ.
റെഡി 1 2 3 യെസ്. നിങ്ങൾക്ക് പുറകിൽ കാണാൻ പറ്റുന്നില്ലേ? സ്വിസ്. അതെ, സ്വിറ്റ്സർലൻഡാണ് ആ രാജ്യം. അപ്പോൾ സ്വിറ്റ്സർലൻഡിനെ പറ്റിയിട്ടാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച്, കുറേ രാജ്യങ്ങൾ കണ്ടതിൽ വെച്ച് എനിക്ക് വീണ്ടും ഒരിക്കൽ കൂടി കാണണം എന്ന് അത്രയ്ക്ക് ആഗ്രഹം തോന്നിയ രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. ഓക്കെ, ഞാൻ കുറേ നേരമായി നിൽക്കുന്നു, ഞാൻ അവിടെ എവിടെയെങ്കിലും പോയി ഇരിക്കട്ടെ. അപ്പോൾ എന്തുകൊണ്ട് ഈ രാജ്യത്തിന് ഒരിക്കൽ കൂടി എനിക്ക് കാണണം എന്ന് തോന്നി എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ? പക്ഷേ അതിനൊരു കാരണമുണ്ട്. ഞങ്ങൾ 2019 ഞാനും സരിനും പാപ്പും കൂടി സ്വിറ്റ്സർലൻഡ് കാണാൻ വന്നത്. അത് യൂറോപ്പ് ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് 12 ദിവസത്തെ ഞങ്ങൾ ജർമ്മനി, പാരീസ്, റോം അതൊക്കെ കഴിഞ്ഞ് ഇറ്റലിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സ്വിറ്റ്സർലൻഡിൽ വന്നത്. സ്വിറ്റ്സർലൻഡിൽ ഞങ്ങൾ 3 ദിവസം താമസിച്ചു കേട്ടോ. പക്ഷേ ഈ 3 ദിവസത്തിൽ ഞങ്ങൾക്ക് കണ്ടു മതിയായില്ല. എനിക്ക് കണ്ടു മതിയായില്ല സത്യത്തിൽ. എനിക്ക് എവിടെ തിരിഞ്ഞു നോക്കിയാലും ഉണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ഈ ഡെസ്ക്ടോപ്പിൻ്റെ വാൾപേപ്പർ പോലെ അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് എവിടെ നോക്കിയാലും, എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും അത്രയും ഭംഗിയുള്ള സ്ഥലം. അപ്പം 3 ദിവസം കൊണ്ടൊന്നും സത്യത്തിൽ എനിക്ക് മതിയായില്ല കണ്ടിട്ട്, സത്യം പറയാം. അപ്പം അന്ന് മനസ്സിൽ വിചാരിച്ചതാണ് എന്തെങ്കിലും ജീവിതത്തിൽ ഒരിക്കൽ കൂടി സ്വിറ്റ്സർലൻഡിൽ വരണം എന്നുള്ളത്. പക്ഷെ അത് പറ്റുമെന്നൊന്നും എനിക്ക് അത്ര ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് ഒരു തവണ ഒരു രാജ്യം കാണാൻ പറ്റുന്നതിന് വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ എന്തായാലും എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അതിന് പറ്റി. രണ്ടാമത് സ്വിറ്റ്സർലൻഡിൽ വരാനുള്ളൊരു ഭാഗ്യം കിട്ടി. അപ്പോൾ ഇത്തവണത്തെ എൻ്റെ ഈ ഒരു യാത്രയെ പറ്റിയിട്ട് എനിക്ക് കുറച്ച് പറയാനുണ്ട്. ഇത്തവണ എൻ്റെ ട്രാവൽ പാർട്ട്ണർ അല്ലെങ്കിൽ എൻ്റെ ട്രാവൽ പ്ലാനർ, ഓരോ തവണ യാത്രകൾ പോകുമ്പോഴും ഞാൻ അവരെ പറ്റി കൂടി നിങ്ങളോട് പറയാറുണ്ട്. കാരണം കുറേ പേര് ചോദിക്കും ആരുടെ കൂടെയാണ് പോയത്, ആരാണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ ഇത്തവണത്തെ എൻ്റെ ട്രാവൽ പാർട്ട്ണർ വിപിൻ, എൻ്റെ ഒരു ഫ്രണ്ടാണ്, എൻ്റെയും സരിൻ്റെയും കോമൺ ഫ്രണ്ടാണ്. അതിൻ്റെ കൂടെ തന്നെ വിപിൻ ഒരു ട്രാവൽ പ്ലാനർ കൂടിയാണ്. വിപിൻ്റെ ഗ്രീൻ ട്രെയിൽ ഹോളിഡേയ്സ്, ഗ്രീൻ ട്രെയിൽ ക്രൂസ് ആണ്. ഗ്രീൻ ട്രെയിൽ ഓക്കെ. അപ്പോൾ ഗ്രീൻ ട്രെയിനിൻ്റെ കൂടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പം ഞാനിങ്ങനെ വിപിനുമായിട്ട് സംസാരിച്ച സമയത്ത് വിപിൻ ഇങ്ങനെ ചോദിച്ചു, വിപിൻ എന്തായാലും ഇപ്പം എന്നെ കൊണ്ടുവരാൻ വരും കേട്ടോ. ആ കഥ ഞാൻ വിപിൻ വന്നിട്ട് പറയാം. ഓക്കെ, പക്ഷേ വിപിൻ്റെ ഗ്രീൻ ട്രെയിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ പേരുടെ കൂടെ ട്രിപ്പുകൾ പോകുന്ന ആളാണ്. പക്ഷേ ഒരു പാക്കേജിൽ എപ്പോഴും ഇങ്ങനെ പാക്കേജിൽ നിൽക്കാതെ, അതായത് പാക്കേജായി പോകുന്ന സമയത്ത് എല്ലാവരും കാണുന്നതാണ് നമ്മളും കാണുക. കാരണം കോമൺ ഡെസ്റ്റിനേഷൻസ് ആയിരിക്കും. പക്ഷേ വിപിൻ എപ്പോഴും ഏതൊരു രാജ്യത്തിൽ പോയാലും അവിടുത്തെ കുറച്ചുകൂടി ഡെപ്തിൽ, കുറച്ചുകൂടി ആഴത്തിൽ ആ രാജ്യത്തിനെ പറ്റിയിട്ട് അറിയാനും കാണാനും അധികം പേര് കാണിക്കാത്ത സംഗതികൾ കാണിക്കാനുള്ളൊരു എന്തൂസിയാസം എപ്പോഴും ഞാൻ വിപിൻ ഗ്രീൻ ട്രെയിലിൽ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തവണ സ്വിറ്റ്സർലൻഡ് ട്രിപ്പ് ഞാൻ ഗ്രീൻ ട്രെയിലിൻ്റെ കൂടെ ആക്കിയത്. കാരണം എനിക്ക് ഉറപ്പുണ്ട്, ഒരു തവണ ഞാൻ കണ്ടതായതുകൊണ്ട് തന്നെ എനിക്കിനി എല്ലാവരും കാണുന്ന സ്ഥലങ്ങൾ കാണണ്ട. എനിക്ക് കാണേണ്ടത് ശരിക്കുള്ള സ്വിറ്റ്സർലൻഡിൻ്റെ അവരുടെ വില്ലേജുകൾ, ആ ഗ്രാമങ്ങളിലൂടെ നടക്കണം. എനിക്ക് കുറേ നടക്കണം, കുറേ അങ്ങനെ നടന്ന് ആ ഭംഗി കാണണം എന്നാണ് ഞാൻ പറഞ്ഞത് വിപിൻ്റെ അടുത്ത്. അപ്പോൾ വിപിൻ പറഞ്ഞു, ഡോക്ടർ ഒന്നും പേടിക്കണ്ട, സുഖമായിട്ട് ഇങ്ങോട്ട് പോരെ. നമുക്ക് വിപിൻ്റെ ഒരു ഗ്രൂപ്പ് കൂടി ഉണ്ട് കേട്ടോ. അവർ കുറച്ച് പേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ 2 ദിവസം അവരുടെ കൂടെ, പിന്നെ തനിച്ചാണ് നമ്മുടെ യാത്ര. എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് ഇത്തവണ ഗ്രീൻ ട്രെയിലിൻ്റെ കൂടെ എനിക്ക് ആ ഒരു അൺസീൻ സ്വിറ്റ്സർലൻഡ് അല്ലെങ്കിൽ അൺഎക്സ്പ്ലോർഡ്, അധിക പേര് കാണാത്ത ആ ഒരു സ്വിറ്റ്സർലൻഡ് എനിക്കും കാണാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് നിങ്ങളെയും കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ ഇനി മുതൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെപ്പോഴും കശ്മീരിനെ പറ്റി പറയാറുണ്ട് അല്ലേ, നമ്മൾ അഭിമാനത്തോടു കൂടി പറയാറുണ്ട്, ഭൂമിയിൽ ഒരു സ്വർഗ്ഗമുണ്ടെങ്കിൽ അത് ഇതാണ്. അതുപോലെ എനിക്ക് പിന്നെ ഒരു സ്ഥലം പറയാൻ പറ്റുമെങ്കിൽ അത് സ്വിറ്റ്സർലൻഡാണ്. ശരിക്കും സ്വർഗ്ഗമാണ്. അപ്പോൾ ഇനി മുതൽ ഇനി കുറച്ച് ദിവസങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ആ സ്വർഗ്ഗത്തെയാണ്. മിസ് ചെയ്യാതെ കാണുക, എല്ലാ വീഡിയോസും കാണുക. എനിക്ക് പറ്റാവുന്നത്ര വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. അപ്പോൾ ഇനി ബാക്കി കുറച്ച് വിശേഷങ്ങൾ കൂടി ഉണ്ട്. അത് വിപിൻ വരട്ടെ, വിപിൻ വന്നതിന് ശേഷം ഞാൻ പറയാം. ഓക്കെ, ബൈ. അപ്പോൾ വിപിൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വിപിൻ. GTH ഗ്രീൻ ട്രെയിൽ ഹോളിഡേയ്സ് ഞാൻ പറഞ്ഞല്ലോ, അവരെ പക്ഷേ ലോഗോയിലൊക്കെ ഉണ്ടാവുക GTH എന്നാണ്. അപ്പോൾ ഞങ്ങളിത് അവിടെ ടാക്സി കാത്ത് നിൽക്കുകയാണ്. ഇനി ഞങ്ങൾ പോകുന്നത് ഏഞ്ചൽബർഗിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നിന്നാണ് നാളത്തെ കാര്യങ്ങൾക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിന്റെ കാര്യമൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, GTHന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ അടുത്ത 5 ദിവസങ്ങൾ സ്വിറ്റ്സർലൻഡിലാണ്. നിങ്ങൾക്ക് എല്ലാവിധ വിശേഷങ്ങളും സ്വിറ്റ്സർലൻഡിന്റെ ഭംഗി മാക്സിമം ഞാൻ ഓട്ടം സീസൺ. അതെ, ഓട്ടം. ആക്ച്വലി ഞങ്ങൾ മുന്നേ വന്നത് ഈ സമയത്തല്ലായിരുന്നു കേട്ടോ, ഈ വേറൊരു ടൈമിലായിരുന്നു. പക്ഷെ ഇപ്പോൾ വിപിൻ എന്നോട് പറഞ്ഞത്, വിപിൻ എന്നോട് ആദ്യം ഇതിനെപ്പറ്റി പറഞ്ഞപ്പോഴേ ഞാൻ ആദ്യം ഒന്ന് പുറകിലേക്ക് വലിക്കും. കാരണം എന്താ വെച്ചാൽ ഒരു നമ്മളെ കണ്ട രാജ്യമല്ലേ, അപ്പൊ അതുകൊണ്ട് പിന്നെ നോക്കാം അല്ലേ. ഞാൻ ആദ്യം കാണാത്തൊക്കെ ഒന്ന് കണ്ടു തീർക്കട്ടെ. അതെ. അപ്പൊ വിപിൻ എനിക്ക് പിന്നെ എന്നെ വിപിൻ പ്രലോഭിപ്പിച്ചു. അതായത് എന്റെ ഉള്ളിൽ ആ ഒരു ആഗ്രഹം കിടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ വിപിൻ പറഞ്ഞു ഇത്തവണ ഓട്ടമാണ്. ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഭംഗി, ഓട്ടമില്ലാത്ത ഒരു ഓട്ടം, ഓട്ടമില്ലാത്തൊരു ഓട്ടം സീസൺ ആണ് സ്വിറ്റ്സർലൻഡിൽ. അപ്പൊ അതിന്റെ ഒരു ഭംഗി പറഞ്ഞത്, കാരണം നമുക്ക് എല്ലാം നല്ല ഭംഗിയായിട്ട് അതിന്റെ അല്ലെ വില്ലേജ് സൈഡൊക്കെ കാണാൻ പറ്റും, കൺട്രി സൈഡ് കാണാൻ പറ്റുന്ന സമയമാണ്. അപ്പൊ അങ്ങനെ എന്നെ പ്രലോഭിപ്പിച്ചിട്ടാണ് ഞാൻ എന്തായാലും വിപിന്റെ കൂടെ ഇതാണ് വന്നത്. അപ്പൊ നാളെ മുതൽ ഞങ്ങള് അധികം പേരും കാണാത്ത സ്വിറ്റ്സർലൻഡ് കാണിക്കും തീർച്ചയായും. അപ്പൊ സ്റ്റേ ട്യൂൺഡ്. ബൈ.